തിരുവോണമായിട്ട് കോവളത്തോട്ടൊക്കെ ഒന്ന് പോയി. എല്ലാവരും ചേർന്ന് വീട്ടിലുണ്ടാക്കിയ സദ്യയൊക്കെ കഴിച്ചിട്ടാണ് പോയത്. ഞാനും അമ്മയും കൂടി ആദ്യം തന്നെ തിരച്ചവിട്ടാൻ അങ്ങ് ഇറങ്ങി. പക്ഷെ പപ്പ കാലം കൂടെയും പിടിച്ചുകൊണ്ട് അവിടെ തന്നെ നിന്നു. ചേട്ടന്റെ അമ്മയും പപ്പയും അതേപോലെ കാഴ്ചക്കാരായി നിന്നു. ചേട്ടനാണ് കേട്ടോ നമ്മുടെ ക്യാമറ. അവധി ദിവസമായതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. സിറ്റിയിൽ നിന്ന് മാറി തിരക്ക് കുറഞ്ഞൊരിടം എന്ന നിലയിലായിരുന്നു കോവളം തിരഞ്ഞെടുത്തത്. എല്ലാവരും എന്റെ അതേ ചിന്താഗതിക്കാരാണെന്ന് തോന്നുന്നു. കുട്ടികളൊക്കെ ഇവിടെ ഇരുന്ന് മണലിൽ കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കുഞ്ഞുകുട്ടികളും വലിയ കുട്ടികളും ചേർന്ന് കിണർ കുഴിക്കുന്നതും കണ്ടു. ഇതൊക്കെ കണ്ടു നിൽക്കാനും ഒരു രസമുണ്ട് കേട്ടോ. നിങ്ങളൊക്കെ ശംഖിനെ ജീവനോടെ കണ്ടിട്ടുണ്ടോ? ശംഖിന്റെ കുറെ കുഞ്ഞുങ്ങളെ ഇന്ന് കാണാൻ പറ്റി. ചെറുത് മാത്രമല്ല കേട്ടോ, വലുതുമുണ്ടായിരുന്നു. കുറെ കുഞ്ഞുകുട്ടികളൊക്കെ കടലിൽ കിടന്ന് കുളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഞാൻ കുറെ നേരം നടന്നു. കടൽക്കാറ്റുമേറ്റ് വൈകിട്ട് നടക്കാൻ നല്ല സുഖമാണ് കേട്ടോ. തിരിച്ചു പോകുന്നതിന് മുമ്പ് കിണർ പണി എന്തായെന്ന് കൂടി നോക്കണ്ടേ? അതുകൊണ്ട് നേരെ അങ്ങോട്ട് നടന്നു. കിണറിന് പകരം കുളമുണ്ടാക്കാൻ അവർ തീരുമാനിച്ചെന്ന് തോന്നുന്നു. കുറച്ചു നേരം നോക്കി നിന്നപ്പോൾ കുളമുണ്ടാക്കി കുളത്തിൽ കുളിയും തുടങ്ങി. അത് കണ്ടപ്പോൾ ആഹാ, എന്തൊരാശ്വാസം. പോലീസ് 6:30 മണിയുടെ വിസിലൂതിയപ്പോൾ കോവളത്തിന്റെ തിരക്കിനോട് വിട പറഞ്ഞ് ഞാൻ വീട്ടിലേക്ക് മടങ്ങി. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.